friends, DreamBakes Delights പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു സ്ട്രോബെറി ഐസ്ക്രീം കേക്കാണ്. അപ്പോൾ ഈ ഐസ്ക്രീം കേക്ക് നമുക്ക് ഹോം മെയ്ഡ് ഐസ്ക്രീം കൊണ്ടും ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള ഫേവറേറ്റ് ബ്രാൻഡ് ഏത് ഐസ്ക്രീമാണോ അത് വെച്ചിട്ടും ചെയ്യാവുന്നതേ ഉള്ളൂ. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്നതാണ് ഈ ഐസ്ക്രീം കേക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ആദ്യമായിട്ട് നമ്മുടെ ഐസ്ക്രീം കേക്കിന് വേണ്ട ബേസ്, അതായത് നമ്മളിന്ന് ചെയ്യുന്നത് സ്ട്രോബെറി കേക്കിലാണ്. അതുകൊണ്ട് നമുക്കിന്ന് സ്ട്രോബെറി കേക്ക് തയ്യാറാക്കാം. നമ്മൾ ഐസ്ക്രീം കേക്ക് സെറ്റ് ചെയ്യുന്നത് ഒരു റിങ്ങിലായിരിക്കണം, അല്ലെങ്കിൽ ഇതുപോലെ സ്പ്രിംഗ് ഫോം പാനിലായിരിക്കണം. അപ്പോൾ ഞാൻ ഈ റിങ്ങിലാണ് ഐസ്ക്രീം കേക്ക് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതേ അളവുള്ള കേക്കാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. ഈ പാനിൽ എനിക്ക് ബട്ടർ തൂക്കിയിട്ടുണ്ട്. ഇത് ഞാൻ ഒരു റൗണ്ട് ബട്ടർ പേപ്പറൂടെ ഇതിനെ ലൈൻ ചെയ്യുന്നു. അങ്ങനെ ആദ്യം നമ്മുടെ പാൻ സെറ്റ് ചെയ്ത് വെക്കാം. അതിനുശേഷം വേണം നമ്മൾ ബാറ്റർ പ്രിപ്പയർ ചെയ്യാനായിട്ട്. ഇന്നത്തെ ഈ റെസിപ്പിയിലും ഞാൻ ഗ്രാം മെഷർമെൻ്റ് ആണ് യൂസ് ചെയ്യുന്നത്. എന്നാൽ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കപ്പ് മെഷർമെൻറ്റ് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ചെക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് 225 ഗ്രാം മൈദയാണ്. നമുക്ക് ആദ്യം ഈ മൈദയും ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡ നമുക്ക് വേണം. രണ്ടും കൂടി നന്നായിട്ടൊന്ന് അരിച്ചെടുത്ത് വെക്കാം. ഇനി നമുക്ക് ബട്ടറും ഷുഗറും കൂടെ ചേർന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഞാൻ ഇന്നിവിടെ യൂസ് ചെയ്യുന്നത് സ്റ്റാൻഡ് മിക്സറാണ്. അപ്പോൾ ഇത് 85 ഗ്രാം ബട്ടറുണ്ട്, പൊടിച്ച പഞ്ചസാര 200 ഗ്രാം. അപ്പോൾ ഇതിൽ രണ്ടിനെയും കൂടി ആദ്യം നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. 2 മുട്ടയാണ് നമ്മൾ ഇന്ന് റെസിപ്പിയിൽ യൂസ് ചെയ്യുന്നത്. അത് ഓരോന്നായിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. സ്ട്രോബെറി ഫ്ലേവർ കേക്ക് ആയതുകൊണ്ട് ഞാൻ 1 ടീസ്പൂൺ സ്ട്രോബെറി എസൻസ് കൂടെ ആഡ് ചെയ്യുകയാണ്. നമുക്ക് കുറച്ച് ബട്ടർ മിൽക്ക് കൂടെ ആവശ്യമുണ്ട് ഈ കേക്കിന്. ഇത് ഒരു 185 ഗ്രാം ബട്ടർ മിൽക്കാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 185 ഗ്രാം മിൽക്കിലോട്ട് 1 ടേബിൾ സ്പൂൺ വിനീഗർ, പ്ലെയിൻ വിനീഗർ ആഡ് ചെയ്യുകയാണ്. അപ്പോൾ കറക്റ്റ് പുളിപ്പുള്ള ബട്ടർ മിൽക്ക് നമുക്ക് കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് സാധാരണ ബട്ടർ മിൽക്കാണെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ഈ ബട്ടർ മിൽക്ക് ഇല്ലാത്തവർക്ക് തൈരിനകത്തിട്ട് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് നന്നായിട്ട് ലൂസാക്കിയിട്ട് നമ്മൾ മോരൊക്കെ കുടിക്കുമല്ലോ, അതുപോലെ ആക്കി എടുത്താലും കുഴപ്പമില്ല. പക്ഷെ ഏറ്റവും നല്ലത് ഇതുപോലെ പാലിലോട്ട് നമ്മൾ വിനീഗർ ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ കറക്റ്റ് പുളിയായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇത്രയും നേരം നമ്മൾ നന്നായിട്ട് ബീറ്റ് ചെയ്തു. മുട്ടയും ബട്ടറും ഷുഗറും ഒക്കെ ഇട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തു. ഇനി അതിനുശേഷം നമ്മൾ ഈ ഫ്ലോറും ബട്ടർ മിൽക്കും ആഡ് ചെയ്യുമ്പോൾ ഭയങ്കര സ്പീഡിൽ ചെയ്യില്ല. നമ്മൾ കൈ കൊണ്ട് ഒന്നെങ്കിൽ ഫോൾഡ് ചെയ്തെടുക്കുക, അല്ല എന്നുണ്ടെങ്കിൽ സ്പീഡ് 1 ഇട്ടിട്ട് കുറച്ചായിട്ട് ഈ ഫ്ലോർ മിക്സും ബട്ടർ മിൽക്കും കൂടെ മാറി മാറി ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ബാറ്റർ നന്നായിട്ട് റെഡി ആയി കഴിഞ്ഞു. ഈ 2 ഇൻഗ്രീഡിയൻസ് ഞാൻ ഈ കേക്കിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അത് 2 ഓപ്ഷണലാണ്. ഈ സ്ട്രോബെറി കേക്കിൻ്റെ ഇടയ്ക്ക് കുറച്ച് സ്ട്രോബെറി ഇങ്ങനെ കടിക്കാനൊക്കെ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഫ്രഷ് സ്ട്രോബെറി മേടിക്കുക. എന്നിട്ട് അതിന് 100 ഗ്രാം സ്ട്രോബെറിക്കാണെങ്കിൽ അതിന് 50 ഗ്രാം പകുതി അളവിൽ ഷുഗർ ഇട്ടിട്ട് ബോയിൽ ചെയ്ത് കുക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് അത് നമുക്ക് ആഡ് ചെയ്യാം. ഇനി ഫ്രഷ് സ്ട്രോബെറി കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഫ്രോസൺ സ്ട്രോബെറി ആണെങ്കിലും കുഴപ്പമില്ല. ഇത് ടോട്ടൽ വെയിറ്റ് 100 ഗ്രാം ഞാൻ എടുത്തിട്ടുണ്ട്. ഇതുകൂടെ ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്യുന്നു. ഇപ്പൊ തന്നെ ഈ ബാറ്ററിന് ഒരു ചെറിയ പിങ്ക് കളറുണ്ട്. ഇനി കുറച്ചുകൂടെ കളർ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ കുറച്ച് റെഡ് ഫുഡ് കളർ ആഡ് ചെയ്യുക. ഇതും ഓപ്ഷണലാണ്. ഞാൻ എന്തായാലും ഇതിൽ കുറച്ച് ഫുഡ് കളർ ആഡ് ചെയ്യണം, ഒരു 1/2 ടീസ്പൂൺ. ഇനി നമുക്ക് ഈ ബാറ്റർ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന പാനിലേക്ക് മാറ്റിയിട്ട് ഒരു 180 ഡിഗ്രിയിൽ 30 മിനിറ്റോളം ബേക്ക് ചെയ്തെടുക്കാം. ഇതിനൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്ത് ബേക്കിംഗ് ടൈം ഓരോരുത്തരുടെ ഓവൻ അനുസരിച്ച് ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. നമ്മുടെ കേക്ക് റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിനെ വേണ്ടി തന്നെ ഈ പാനിൽ നിന്ന് മാറ്റാം. നമ്മുടെ കേക്ക് നന്നായിട്ട് തണുത്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ കട്ട് ചെയ്ത് ഐസ്ക്രീം ഒക്കെ ഫിൽ ചെയ്ത് സെറ്റ് ചെയ്യാം. സാധാരണ നമ്മുടെ കേക്കിനെ 3 ലെയറായിട്ട് ചെയ്യും. ഇവിടെ ഞാൻ 2 ലെയറായിട്ട് ചെയ്യുന്നുള്ളൂ. താഴത്തേത് നമ്മുടെ കേക്കിന് ഒരു ബേസ് കൊടുക്കാനായിട്ട് ഈ മുകളിലത്തെ പോർഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഐസ്ക്രീം കേക്കിൻ്റെ ബേസ് ആണ്. അപ്പോൾ അതിനൊരു ചെറിയ തിക്നെസ്സിൽ അതിനെ കട്ട് ചെയ്യുക. പിന്നെ താഴത്തെ പോർഷൻ ആയിരിക്കും വലുത്. ഈ ഐസ്ക്രീം കേക്കിൽ നമ്മൾ ഐസ്ക്രീം ഫില്ല് ചെയ്യുന്നത് നമുക്ക് ഓരോരുത്തർക്കും ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. ചിലർ ഒരു ബേസ് മാത്രം കേക്കിൻ്റെ കൊടുത്തിട്ട് ബാക്കി ഫുള്ള് ഐസ്ക്രീം വെച്ച് തന്നെ ഫില്ല് ചെയ്ത് ഫ്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നാൽ വേറെ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമ്മൾ കേക്ക് ഐസിങ് ചെയ്യുന്ന പോലെ തന്നെ ഒരു ലെയർ കേക്ക്, പിന്നെ ഐസ്ക്രീം, പിന്നെ അടുത്ത ലെയർ കേക്ക്, അങ്ങനെയും സെറ്റ് ചെയ്യാം. എന്നാൽ ഇവിടെ ഞാൻ ഈ തിക്നെസ് കൂടുതലുള്ള ഈ ലെയറിൽ അതിനൊരു റിങ് പോലെ കട്ട് ചെയ്ത് മാറ്റും ഒരു നൈഫ് വെച്ച്.
ഇതുപോലെ ഒരു റിങ്ങായിട്ട് കട്ട് ചെയ്തെടുത്തു. ഈ ബാക്കിയുള്ള ഈ കേക്കിനെ ഞാൻ ചെറിയ ചെറിയ പീസ് ആക്കുകയാണ്. ഈ ഐസ്ക്രീം കേക്ക് സെറ്റ് ചെയ്യാനായിട്ട് ഞാൻ ആ ബേക്ക് ചെയ്ത സെയിം പാനാണ് എടുത്തേക്കുന്നത്. അതിൻ്റെ താഴത്തെ ഭാഗം മാറ്റി ആ റിങ് മാത്രം എടുക്കുന്നു. എന്നിട്ട് ഇതുപോലൊരു കേക്കിൻ്റെ ബോർഡിൽ അതിനെ വെക്കുന്നു. എന്നിട്ട് ആദ്യം നമുക്ക് നമ്മളുടെ ബേസ് ലെയർ വെച്ച് കൊടുക്കാം. അത് ഞാനിങ്ങനെ തിരിച്ചാണ് വെക്കുന്നത്. ഇത് താഴെ വരുന്നത് പോലെ. ഇപ്പം നമ്മൾ ഏത് പാത്രത്തിലാണോ ബേക്ക് ചെയ്തത് ആ പാത്രം തന്നെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് സൈസിൽ കിട്ടും. ഇനി ഈ റിങ്ങിനകത്താണ് നമ്മൾ ഐസ്ക്രീം സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ റിങ് പോലെ കേക്ക് സൈഡിലുള്ളത് കൊണ്ട് ഈ ഐസ്ക്രീമിനെ നന്നായിട്ട് ഹോൾഡ് ചെയ്യുകയും ചെയ്യും. കുറച്ച് നമ്മൾ ഫ്രീസറിൽ നിന്ന് എടുത്ത് കുറച്ച് നേരം പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ഉടനെ അത് ഡൂസ് ഔട്ട് ചെയ്ത് പോവോ അങ്ങനെയൊന്നുമില്ല. ഇനി ഈ ഐസ്ക്രീം നമുക്ക് ഇതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇത് ഹോം മെയ്ഡ് ഐസ്ക്രീമാണ്, സ്ട്രോബെറി ഐസ്ക്രീമാണ്. ഇതിൻ്റെ റെസിപ്പി വേറൊരു വീഡിയോയിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഐസ്ക്രീം കുറച്ച് നമ്മളൊന്ന് ലൂസാക്കണം. ഡീഫ്രോസ്റ്റ് ചെയ്ത് നമുക്കിങ്ങനെ എടുക്കാവുന്ന രീതിയിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആക്കണം. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഫില്ല് ചെയ്യാൻ പറ്റും. അതിനുശേഷം ഇട്ട് കൊടുക്കുക. സ്പൂൺ കൊണ്ട് വല്ലോ നന്നായിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന പീസസ് നമുക്ക് ഇതിൻ്റെ ഇടയ്ക്ക് ഇട്ട് കൊടുക്കാം. ബാക്കിയുള്ള ഐസ്ക്രീമും കൂടെ ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ലെവൽ ചെയ്തെടുക്കാം. ഇനി നമുക്കിതിനെ ഫ്രീസറിൽ വെച്ച് നന്നായിട്ട് സെറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ ഐസ്ക്രീം കേക്ക് നന്നായിട്ട് ഫ്രോസൺ ആയിട്ടുണ്ട്. ഞാൻ ഓവർ നൈറ്റ് ഫ്രീസറിൽ വെച്ചു. നമ്മൾ ഹോം മെയ്ഡ് ഐസ്ക്രീമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നന്നായിട്ട് ഓവർനൈറ്റ് എങ്കിലും ഫ്രീസറിൽ വെച്ചിരിക്കണം. അല്ല എന്നുണ്ടെങ്കിൽ ഒരു 6 മണിക്കൂർ വെച്ചാലും മതി. കാരണം പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഐസ്ക്രീം ആണെങ്കിൽ അത് കുറച്ചുകൂടെ ലോങ് ടൈം ഹാർഡായിട്ട് തന്നെ ഇരിക്കും. നമ്മൾ ഹോം മെയ്ഡിനകത്ത് പ്രിസർവേറ്റീവ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അത് പെട്ടെന്ന് തന്നെ കുറച്ച് മെൽറ്റ് ആവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇത് ഞാൻ ഓവർനൈറ്റ് വെച്ചിരുന്നതാണ്. ഇനി നമുക്ക് ഈ പാനിനെ ഇതിനകത്ത് നിന്ന് മാറ്റിയെടുക്കണം. ഈ റിങ് റിലീസ് ചെയ്യാനായിട്ട് ഇത് നല്ല ചൂടുവെള്ളത്തിൽ വെച്ചിരുന്ന ഒരു ടവലാണ്. അതിനെ ഒന്ന് പിഴിഞ്ഞെടുത്തിട്ട് ജസ്റ്റ് ഇതിലേക്കൂടി ഒന്ന് ഇങ്ങനെ ഓടിച്ചു കൊടുക്കുക. ഒത്തിരി നേരം പിടിച്ചുകൊണ്ടിരിക്കരുത്, ജസ്റ്റ് ഒന്ന് റിലീസ് ആകുന്നത് വരെ മതി. മൂവ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുവാണെങ്കിൽ അതൊക്കെ ഇങ്ങനെ അങ്ങ് മാറ്റിയെടുക്കുക. ഇനി ഈ കേക്കിനെ നമ്മൾക്ക് ഇഷ്ടമുള്ള തരം ക്രീം കൊണ്ട് ഡെക്കറേറ്റ് ചെയ്ത് പ്രസൻറ്റ് ചെയ്യാം. ഇത് ഞാൻ വിപ്പിംഗ് ക്രീമിൻ്റെ കൂടെ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് കൂടെ ആഡ് ചെയ്തൊരു ക്രീമാണ്. വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ആഡ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ ക്രീമിന് കുറച്ചുകൂടി തിക്നെസ് കിട്ടും. അപ്പം പെട്ടെന്നൊന്ന് മെൽറ്റായി പോവാതിരിക്കും. 100 ഗ്രാം വൈറ്റ് ചോക്ലേറ്റ് ചിപ്സിൻ്റെ കൂട്ടത്തിൽ നമ്മളൊരു 50 ഗ്രാം വിപ്പിംഗ് ക്രീം കൂടെ ആഡ് ചെയ്തിട്ട് ഒന്ന് മെൽറ്റ് ചെയ്ത് എടുക്കുന്നതാണ് ഈ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ്. ഇതൊക്കെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഈ ക്രീം വിപ്പിംഗ് ക്രീമിനെക്കാട്ടിലും കുറച്ചുകൂടി നല്ലൊരു സ്റ്റിഫ് ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി ആയിട്ട് വരും. അപ്പോൾ ഈ ക്രീം കുറച്ചുകൂടി സ്റ്റിഫ് ആയതുകൊണ്ട് ഈ ഐസ്ക്രീം കേക്കിനെ കവർ ചെയ്യാനായിട്ട് നല്ലതാണ്. അപ്പോൾ നമ്മുടെ ഐസ്ക്രീം കേക്ക് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇത് നല്ല എളുപ്പത്തിൽ തന്നെ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇഷ്ടമുള്ള രീതിയിൽ തന്നെ ഇത് ഡെക്കറേറ്റ് ചെയ്തെടുക്കുകയും ചെയ്യാം. ഒരു കാര്യം മാത്രമേ ഉള്ളൂ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ഐസ്ക്രീം കേക്ക് നമ്മൾ സൂക്ഷിക്കുന്നത് എപ്പോഴും ഫ്രീസറിലായിരിക്കണം. നമ്മൾ കട്ട് ചെയ്തതിൻ്റെ ലെഫ്റ്റ് ഓവർ ഉണ്ടെങ്കിൽ അതും നമ്മൾ ഫ്രീസറിൽ തന്നെ വേണം സൂക്ഷിക്കാനായിട്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ഇതേവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും നല്ല നല്ല റെസിപ്പികളുമായും കേക്ക് ഡെക്കറേഷൻ വീഡിയോസുമായും ഒക്കെ ഇനിയും വരും.
എല്ലാവർക്കും നന്ദി.